ഹായ് ഗൈസ്, ഞങ്ങൾ വയനാട് പോയ സമയത്ത് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിടിയും നല്ല ചിക്കൻ കറിയായിരുന്നു അത്. അന്ന് മുതൽ ഹസ്ബൻഡും മോളും എന്നോട് ഇങ്ങനെ പറയും വീട്ടിൽ നിന്ന് അതൊന്ന് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ലീവാണ്, അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അര മുറി തേങ്ങ ചിരവിയതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. ഈ റൈസ് പൗഡർ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വറുക്കരുത്, ഒരു മീഡിയം ലെവൽ ആവുന്നവരെ വറുത്തെടുക്കുക. വറുത്തെടുത്ത ഈ റൈസ് പൗഡറിനെ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം അതിൽ നിന്ന് തന്നെ റൈസ് പൗഡറിൽ നിന്ന് 2 സ്പൂൺ റൈസ് പൗഡർ വേറൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി വെക്കുക. ഇത് നമുക്ക് ലാസ്റ്റ് പിടിയുടെ കൂടെ മിക്സ് ചെയ്യാനുള്ള റൈസ് പൗഡറാണ്. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാനുള്ള വെള്ളം റെഡിയാക്കാം. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, 12 ചെറിയുള്ളി, കുറച്ച് നല്ല ജീരകം കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. 1.25 ഗ്ലാസ് വെള്ളത്തിൽ ഈ ക്രഷ് ചെയ്തതെടുത്തത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് നേരം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അത് ഓഫ് ചെയ്യുക. എന്നിട്ട് കുഴക്കട്ടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന അതേ പാകത്തിൽ വേണം നമുക്ക് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ മാവിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക. 5 മിനിറ്റിന് ശേഷം ചെറു ചൂടോട് കൂടിയിട്ട് ഒരു 1 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ചെറിയ ബോളായിട്ട് മാവിനെ കുഴച്ചെടുക്കുക. നമ്മൾ മാവ് കുഴയ്ക്കാൻ വേണ്ടി എടുത്ത വെള്ളത്തിൻ്റെ ബാക്കിയിൽ 1 കപ്പോളം വെള്ളം കൂടെ നോർമൽ വാട്ടറും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. ഈ വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഈ ബോളുകൾ നമ്മൾ ബോളായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിനെ അതിലേക്ക് ഇടുക. ഹൈ ഫ്ലെയിമിൽ തന്നെ അത് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ കൊടുക്കുക. ആ സമയത്ത് ഈ മാവ് ഇളക്കാനൊന്നും പാടില്ല, അത് ആ ബോളുകൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മിക്സായി പോവും. അപ്പോൾ 5 മിനിറ്റ് നേരം അത് ഇളക്കാതിരിക്കുക. ഏകദേശം അത് വെന്ത് വരാനുള്ള ഒരു ടൈം ആകുമ്പോൾ ഒന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൗഡർ ഒരു 1/2 ഗ്ലാസ് വെള്ളവുമായി മിക്സ് ചെയ്തിട്ട് ആ പിടിയിലേക്ക് നന്നായിട്ട് ഒഴിക്കുക. അപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഒരു 2-3 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. ആ മാവിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി വരാനേ പാടുള്ളൂ. തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം തിളയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതിനുശേഷം ഓഫ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിടി റെഡിയായി. ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല കാട റോസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ.